ലൈഫിൽ എല്ലാ ആളുകൾക്കും നിർബന്ധമായിട്ട് വേണ്ടിയ ഒരു സംഭവമാണ് ലക്ഷ്യം, ഗോൾസ്. എന്നാൽ അധിക ആളുകൾക്കും ഇത് ഇല്ല എന്നുള്ളതാണ് സത്യം. അധിക ആളുകൾക്കും ഒരു ലക്ഷ്യം ഇല്ലാത്തതിന്റെ കാരണം എങ്ങനെ ഒരു ലക്ഷ്യം വെക്കണം അല്ലെങ്കിൽ എങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 സ്റ്റെപ്പുകളാണ്. നമ്മളൊരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ എന്നെ അറിയുന്നവരോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഐ എം ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. സോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് നമ്മളെ സ്റ്റെപ്സിലേക്ക് വരികയാണെങ്കിൽ 5 സ്റ്റെപ്പിൽ നമ്മളെ ഗോൾസ് നേടിയെടുക്കാൻ, നമ്മളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അക്യൂറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ മൈൻഡിന് എന്ത് ചെയ്യുക, ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നതായിട്ട് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള മാർഗം, നമ്മളെ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അധിക ആളുകളും ലക്ഷ്യം വെക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കണ്ടുപിടിക്കും, ആ മാർഗം നമ്മൾ ചെയ്യും, എന്ത് ചെയ്യില്ല, അത് വർക്ക് ചെയ്യില്ല, അതോടുകൂടി ആ ലക്ഷ്യം അവിടെ ഡ്രോപ്പ് ചെയ്യും. അതിന് പകരം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെടുത്തുക. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാർഗം നമ്മൾ ചൂസ് ചെയ്യാം, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യാം. ഇൻ കേസ് അത് ഡ്രോപ്പ് ആവുകയാണെങ്കിൽ, അത് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് മാർഗം, നെക്സ്റ്റ് വഴി എടുക്കുക, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ അതിന് നമുക്ക് ചില യോഗ്യതകളൊക്കെ ആവശ്യമുണ്ടാവും. ആ യോഗ്യതകൾ നമ്മൾ നേടിയെടുക്കുക, ആർജിക്കുക, നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ട്രെയിനിങ് എന്നുള്ളൊരു മേഖലയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പീക്കിംഗ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവണം, അല്ലെ, നല്ല പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു സ്കിൽ എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം. ഇതാണ് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസിലേക്ക് നമ്മളെ എത്തിക്കുന്ന ചില യോഗ്യതകൾ നമ്മൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക, ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് വരുന്നത് തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അപ്പം തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തടസ്സങ്ങൾ നീക്കേണ്ടത് നമ്മളെ മെന്റൽ ലെവലിലാണ്. മെന്റൽ ലെവലിൽ നമുക്ക് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവും. ഈ ലക്ഷ്യമൊക്കെ എനിക്ക് വെക്കാൻ പറ്റുമോ, അത്രയ്ക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ എന്നുള്ള അങ്ങനെ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവും. ഇതുപോലത്തെ ബ്ലോക്കുകൾ ഒരുപാട് എന്ത് ചെയ്യുക, എല്ലാം എടുത്ത് ഒഴിവാക്കുക. മെന്റലി ഉള്ള ബ്ലോക്കുകളൊക്കെ ആദ്യം എടുത്ത് ഒഴിവാക്കുക. പിന്നെ ഫിസിക്കലി നമ്മളെ വരുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ ഫോണുകൾ, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോക്കസ്